കുറേ നാളായിട്ട് മാറ്റി വെച്ച് ഇന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി പോവാണ്. സ്ട്രീക്സിൻ്റെ ആണ് കേട്ടോ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്ന, അടിപൊളിയാണ്. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ചെയ്തതായിരുന്നു, പിന്നെ ചെയ്തത് ഈ ഓഗസ്റ്റിലാണ്. അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു. ലാസ്റ്റ് ആയപ്പോഴേക്കും കുറച്ച് ഫെയ്ഡ് ആയെങ്കിലും അത്രയും ടൈം എനിക്ക് കിട്ടി. അപ്പോൾ ഇത്തവണ നമ്മൾ സ്ട്രീക്സ് തന്നെ യൂസ് ചെയ്യുന്നത്. ചിന്നുവാണ് ചെയ്തു തരുന്നത്. അതുകൊണ്ട് അവൾ ആദ്യം ഒരു പാർട്ടീഷൻ എടുത്ത് മുടി ഇങ്ങനെ മേലേക്ക് കെട്ടി വെച്ചിട്ട് രണ്ടാമത്തെ പാർട്ടീഷനിലാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. രണ്ട് തരത്തിലാണ്. ഒരു കിറ്റിൽ നമുക്ക് ബ്ലീച്ചാണ് ഉള്ളത്, രണ്ടാമത്തെ കിറ്റിലാണ് നമുക്ക് കളറൻ്റ് ഉള്ളത്. അപ്പം ആദ്യത്തെ കിറ്റിൽ നമ്മൾ ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളെ ഹെയറിൻ്റെ കളറൊന്ന് ഡിമ്മാവും. ആ ഡിം ആയതുകൊണ്ട് നമുക്ക് സ്ട്രാൻഡ്സ് എടുക്കാൻ ഈസിയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കളർ ചെയ്ത് കൊടുത്താൽ മതി. 2 തവണ കുളിക്കണം. ആദ്യം ഒരു 30 മിനിറ്റ്സ് നമ്മൾ ബ്ലീച്ചും വെക്കണം. അത് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് പിന്നെ അടുത്ത 30 മിനിറ്റ്സ് നമ്മൾ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കളറും വെക്കണം. അങ്ങനെയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നിധി സ്കൂളിൽ പോയതിന് ശേഷം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിധിക്കും വേണ്ടി വരും, പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ ഇതൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് നിധി സ്കൂളിൽ പോയതിന് ശേഷം ഞാനും ജിന്നും കൂടെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ പാർലറിൽ പോയി ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു, പക്ഷേ എപ്പോഴും എല്ലാവർക്കും ബിസിയാണ്. ഒരാൾ ഫ്രീ ആകുമ്പോൾ ഒരാൾ ഫ്രീ ആവില്ല. അങ്ങനെ നമ്മൾ രാത്രി പ്ലാൻ ചെയ്ത് രാത്രി തന്നെ നമ്മൾ ഈ സ്ട്രീക്സിൻ്റെ കിറ്റ് ഓർഡർ ചെയ്ത് മോർണിംഗ് തന്നെ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ അത്. എന്തായാലും നല്ല അടിപൊളി പരിപാടിയായിരുന്നു. കളർ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടി. പക്ഷേ ഫൈനൽ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. കാരണം ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മുടിൻ്റെ ഭംഗി ആസ്വദിച്ച് കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഉറങ്ങി എണീറ്റപ്പോഴാണ് അയ്യോ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉറക്കത്തിൽ തന്നെയാണ് ക്യാമറയും വെച്ച് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ബ്ലീച്ചാണ്. ആ സമയത്ത് നമുക്ക് ഡ്രസ്സിലായാലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കളർ പിടിക്കുന്നൊന്നുമില്ല, ഇതിന് പ്രത്യേകിച്ച് കളറുകളൊന്നുമില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെറ്റർ നമ്മൾ വേസ്റ്റ് ക്ലോത്തോ അല്ലെങ്കിൽ പഴയ ഒരു തുണിയോ അല്ലെങ്കിൽ പഴയ ഡ്രസ്സോ ഇട്ടിട്ട് കളർ അപ്ലൈ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ മേലെ എവിടെയെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ കളർ പിന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഗ്ലൗ ഇതിൻ്റെ കൂടെ തന്നെ അവർ തരുന്നതാണ്. അതുപോലെ തന്നെ അലൂമിനിയം ഫോയിലും അവർ തരുന്നതാണ്. മുന്നേയൊക്കെ ഈ ഒരു സ്ട്രീക്സിൻ്റെ കിറ്റ് വാങ്ങുന്ന സമയത്ത് അതിൽ നമുക്കൊരു ചെറിയൊരു പാക്കറ്റ് ഷാമ്പൂ, ചെറിയൊരു പാക്കറ്റ് കണ്ടീഷണറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ അടിപൊളിയായിട്ടുണ്ട്. ഒരു 300-350 റേഞ്ചാണ് കേട്ടോ കളേഴ്സിന് വരുന്നത്. അതുപോലെ തന്നെ ബ്ലാക്കിന് 180 ആണ് വരുന്നത്. പക്ഷേ ഇതിൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഈവൻ അലൂമിനിയം ഫോയിൽ 2 ആൾക്ക് ചെയ്യാനുള്ളത് കംപ്ലീറ്റ്ലി അത് സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ 2 പേർക്കും ലാവിഷായിട്ട് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. അത് പിന്നെയും ബാക്കിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഹെയർ കുറവായതുകൊണ്ടായിരിക്കാം, മേ ബി ലോങ് ഹെയർ ഉള്ളവർക്ക് ഒരാൾക്ക് ചെയ്യാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കളർ. നല്ല അടിപൊളി കളറാണ്. ലാസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്തിരുന്നത് വൈബ്രൻറ്റ് റെഡ് ആയിരുന്നു. അപ്പം ഇപ്പം നോക്കിയപ്പോൾ ഷെയ്ഡിൻ്റെ നെയിമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്തവണ വൈബ്രൻറ്റ് റെഡിന് പകരം നമ്മൾ സ്കാർലെറ്റ് റെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സെയിം കളർ തന്നെയായിരുന്നു. വിചാരിച്ച അതേ ടോണിൽ അതുപോലെ തന്നെ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പം ഹെയറിൻ്റെ കളർ മാറുന്നതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്ക് കളർ ചെയ്യുന്ന സമയത്ത് സ്ട്രാൻഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ്. നമ്മൾ ആദ്യം യൂസ് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത സ്ട്രാൻഡാണൊന്നും മാറിപ്പോയില്ല. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. രാത്രി ഉറങ്ങി എണീറ്റുണ്ടായിരുന്നു നിങ്ങൾ എന്നെ കാണുന്നത്. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ, അയ്യോ നമ്മൾ വീഡിയോ എടുത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ അപാകതകളൊക്കെ ഉണ്ടാകും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ